നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. മസാല ബോണ്ട് കേസിൽ മുൻ മന്ത്രി ടി.എം. തോമസ് ഐസക്കിനെതിരായ ഇഡിയുടെ അപ്പീൽ പരിഗണിക്കുന്നതിൽ നിന്ന് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് പിന്മാറി. ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ അടക്കമുള്ളവരുടെ ബെഞ്ചാണ് പിന്മാറിയത്. തോമസ് ഐസക്കിനെ തെരഞ്ഞെടുപ്പ് സമയത്ത് ചോദ്യം ചെയ്യേണ്ടതില്ല എന്ന സിംഗിൾ ബെഞ്ചിന്റെ ഇടക്കാല ഉത്തരവും ഇഡി സമൻസിനെതിരായ ഐസക്കിന്റെ ഹർജിയും റദ്ദാക്കണമെന്നാവശ്യപ്പെട്ടാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഹൈക്കോടതിയിൽ അപ്പീൽ സമർപ്പിച്ചത്. മസാല ബോണ്ടിലെ ഫെമ ലംഘനവുമായി ബന്ധപ്പെട്ട ഇടപാടുകളെക്കുറിച്ചുള്ള വ്യക്തതയ്ക്ക് തോമസ് ഐസക്കിന്റെ വിശദീകരണം ആവശ്യമാണ് എന്ന് സിംഗിൾ ബെഞ്ച് നിരീക്ഷിച്ചിരുന്നു. എന്നാൽ തെരഞ്ഞെടുപ്പിനിടയിൽ ചോദ്യം ചെയ്യേണ്ടതില്ല എന്നായിരുന്നു സിംഗിൾ ബെഞ്ചിന്റെ നിർദ്ദേശം. ഇതിനെതിരെയാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഹൈക്കോടതിയെ സമീപിച്ചത്. ഇതിന് പിന്നാലെയാണ് തോമസ് ഐസക്കിനെതിരായ ഹർജി പരിഗണിക്കുന്നതിൽ നിന്ന് ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ പിന്മാറിയത്. നേരത്തെ കേസ് സിംഗിൾ ബെഞ്ചിന് മുന്നിലിരിക്കെ ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രനായിരുന്നു കേസ് പരിഗണിച്ചിരുന്നത്. എന്നാൽ സിംഗിൾ ബെഞ്ചിന്റെ ഉത്തരവിനെതിരെ ഡിവിഷൻ ബെഞ്ചിനെ സമീപിച്ചപ്പോൾ ഡിവിഷൻ ബെഞ്ചിൽ ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ ഉൾപ്പെടുന്നതിനാലാണ് പിന്മാറിയത്. ഇഡിയുടെ ഹർജി മെയ് 17-ന് മറ്റൊരു ഡിവിഷൻ ബെഞ്ച് പരിഗണിക്കും. എന്തായാലും നിലവിൽ മെയ് 17-നാണ്, ഈ മാസം 17-ാം തീയതിയാണ് പരിഗണിക്കുക. ഈ ഇലക്ഷൻ സമയത്ത് ഈ ഒരു കേസിലും വലിയ രീതിയിലുള്ള ട്വിസ്റ്റ് സംഭവിക്കാൻ സാധ്യതയുണ്ട്. ഇഡി ഒരു കൃത്യമായ ഒരു നിർണായക ഒരു നിലപാടിലേക്ക് അല്ലെങ്കിൽ നീക്കം നടത്താനുള്ള സാധ്യതയുണ്ട് എന്നും പറഞ്ഞിരുന്നു. എന്നാൽ തൽക്കാലം തെരഞ്ഞെടുപ്പ് സമയം വേണ്ട എന്ന് ഹൈക്കോടതി തന്നെ നിരീക്ഷിക്കുകയായിരുന്നു. പിന്നാലെയാണ് ഈ ഉത്തരവ് റദ്ദാക്കണമെന്ന ഈ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഹൈക്കോടതിയെ സമീപിച്ചത്, മേൽക്കോടതിയെ സമീപിച്ചത്. എന്തായാലും മസാല ബോണ്ടിലെ ഫെമ ലംഘനവുമായി ബന്ധപ്പെട്ട ഇടപാടുകളെ കുറിച്ചുള്ള വ്യക്തതയ്ക്കാണ് തോമസ് ഐസക്കിന്റെ വിശദീകരണം ആവശ്യമാണെന്നാണ് സിംഗിൾ ബെഞ്ച് നിരീക്ഷിച്ചത്. നേരത്തെ തോമസ് ഐസക്കും ഇക്കാര്യത്തിൽ പറഞ്ഞിരുന്നു, തനിക്ക് പറയാനുള്ള കാര്യങ്ങളും നൽകാനുള്ള വിശദീകരണങ്ങളും എല്ലാം തന്നെ നൽകി കഴിഞ്ഞു. ഇനിയും എന്താണ് നൽകാനുള്ളതെന്ന് അറിയില്ല. വീണ്ടും ഇങ്ങനെ ചോദ്യം ചെയ്യാനായി വിളിപ്പിച്ചു കഴിഞ്ഞാൽ എന്താണ് ഞാൻ പറയേണ്ടതെന്ന് എനിക്കറിയില്ല എന്ന് തോമസ് ഐസക് പറയുന്നുണ്ടായിരുന്നു. എന്തായാലും കണ്ടറിയാം മസാല ബോണ്ട് വിഷയത്തിൽ 17-ാം തീയതി എന്തായിരിക്കും മേൽക്കോടതി സ്വീകരിക്കുന്ന നടപടിയെന്ന്.